ഇതാണ് മാട്ടുപ്പെട്ടിയിലെ എലിഫന്റ് പാർക്ക്. 5 ആനകളാണ് ഇവിടെ ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് മൂന്നാറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൈങ്ങോട്ടൂർ വഴി, തൊടുപുഴയിൽ നിന്ന് പൈങ്ങോട്ടൂർ, ഊന്നുകല്ല്, നേര്യമംഗലം, പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ആർച്ച് പാലമാണത് നേര്യമംഗലം. ഇത് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ കുറുകെയാണ്. വഴിയിലെ തിരക്ക് കുറക്കാനായി സമാനമായ ഒരു പാലം കൂടി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം വെച്ചിരിക്കുന്നത് ചീയപ്പാറ വാട്ടർഫോൾസിലാണ്. ഞങ്ങൾ കുടുംബസമേതമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിന്ന് അല്പം നേരത്തെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ അല്പം തിരക്ക് കുറവുണ്ട്. പക്ഷെ എന്തെങ്കിലും ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ഇതാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. ടൂറിസ്റ്റുകളൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ആയാലും പല ജില്ലകളിൽ നിന്നും ആളുകൾ, ഒരുപാട് മലയാളീസും അന്യസംസ്ഥാനക്കാരും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു വൈബാണ് ഈ പോകുന്ന വഴിയിൽ. ഈ ചീയപ്പാറ വാട്ടർഫാൾസ് ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം അല്പം കുറവാണെങ്കിലും അടിപൊളിയാണ്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. റൂട്ടിൽ ഒരുപാട് പേര് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, നല്ല തണുപ്പാണെങ്കിലും വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയായി. അവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ മാറി ഇതാണ് കൂമ്പൻ പാറ. റൈറ്റ് സൈഡിലായി ഒരു നല്ല അടിപൊളി കാഴ്ചയൊക്കെയായി. ജെയിൻസിനും പിന്നെ ഫാമിലി റൈഡായ സിപ്പ് ലൈനും ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു വൈബാണിത്. ടോപ്പിൽ സിപ്പ് ലൈനും പിന്നെ താഴെയായി ഊഞ്ഞാലും ഉണ്ട്. 250-ഉം 400-ഉം രൂപയാണ് ഇതിനായി അവർ ഫീസായി ഈടാക്കുന്നത്. നമ്മളിവിടെ നിന്നൊരു കാൽച്ചായ കുടിച്ച് ഇവിടെ നിന്നാണ് തേയിലത്തോട്ടം തുടങ്ങുന്നത്. മൂന്നാറിൻ്റെ തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു അല്പനേരം സ്പെൻഡ് ചെയ്ത് നേരെ പോവുകയാണ്. അതാണ് നമ്മൾ പള്ളിവാസൽ, മൂന്നാറിന് കുറേ ഇപ്പുറയായിട്ട് പള്ളിവാസൽ പൈപ്പ് ലൈൻ വ്യൂ പോയിൻ്റാണിത്. നല്ല സീനറിയും ഒരുപാട്, മൂന്നാറിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. നമ്മൾ പോകുന്ന വഴി ഓരോന്ന് പോകുന്ന വഴി തന്നെ കണ്ടുപോവുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ കുറച്ച് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ, ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. അവിടെ നിന്ന് നല്ല 2-3 ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പിന്നെയും യാത്ര തുടരുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് സഞ്ചാരികൾ, നല്ല തിരക്കാണ്. നേര്യമംഗലം മുതൽ അടിമാലി വരെ ഈ റോഡിൻ്റെ, അതായത് മൂന്നാർ റൂട്ടിൽ വീതി കൂട്ടുന്നതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് പോകുന്ന വഴി. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചു പോവുക. ഒരുപാട് അപകടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു നല്ലൊരു സീനറി ആയിട്ടുള്ളൊരു ലൊക്കേഷൻ നമുക്ക് കിട്ടി. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ. ഇവിടെ നല്ലൊരു സീനറി തന്നെയാണ്, നല്ലൊരു വൈബാണ് ഇവിടെ. നല്ല അതിനൊരു കുഞ്ഞു തന്നെ സെൽഫി എടുക്കാനുള്ള പരിപാടിയിലാണ്. അവൻ കാണാതെ തന്നെ നമ്മൾ അത് വീഡിയോ എടുത്ത് പുള്ളിയുടെ കോപ്രായങ്ങളൊക്കെ കാണാൻ വേണ്ടി പുള്ളി ആകെ കണ്ടു കഴിഞ്ഞപ്പോൾ ചമ്മി ഐസായി. അടിമാലി മൂന്നാർ റൂട്ടിൽ നിന്നും, മൂന്നാറിൽ നിന്നും കഞ്ഞിക്കുഴി വഴി കാണുന്ന ഒരു 2 കിലോമീറ്റർ മാറി കഴിയുമ്പോൾ കാണുന്ന ഒരു ഡാമാണ് സെങ്കുളം ഡാം. ഈ സെങ്കുളം ഡാമിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
നമ്മൾ മൂന്നാർ എത്തിയപ്പോൾ തന്നെ പഴയ മൂന്നാറിൽ ഒരുപാട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് ബാക്കുകളിലും ഷോപ്പുകളിലുമൊക്കെ പല ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് വിൽപ്പനയ്ക്കുണ്ട്. ഇനി പോകുന്ന വഴിയെല്ലാം തന്നെ ക്യാരറ്റ് വിൽപ്പനയും ഫ്രഷ് ക്യാരറ്റ് വിൽപ്പനയുണ്ട്. നമ്മളതിലൊരു കെട്ട് വാങ്ങി വെറുതെ പോകുമ്പോൾ കഴിക്കാനായി. പോകുന്ന മിച്ചറുകളിൽ നിന്ന് ക്യാരറ്റും ചോളവും കുളമ്പും എല്ലാം സെറ്റാണ്. മൂന്നാർ ടൗൺ കഴിഞ്ഞ് നമ്മൾ റൂട്ടിൽ കയറി. സാധാരണ ഈ റൂട്ടിൽ പോകുമ്പോൾ അവിടെ കയറാനുള്ളതാണ്. ഒരു 5 ടീ ഓർഡർ ചെയ്തു. പല ടേസ്റ്റി ആയിട്ടുള്ള ചായയും ഇവിടെ അവൈലബിൾ ആണ്. ആ കൂടെ കുറച്ച് തേയില കൂടി നമ്മൾ വാങ്ങി വീണ്ടും യാത്ര തുടർന്നു. ഇനി നമ്മുടെ ലക്ഷ്യം മാട്ടുപ്പെട്ടി ഡാമാണ്. ആ പോകുന്ന വഴി തന്നെ ഒരുപാട് ഫുട്പാത്തിൽ കുറേ കടകളും അതേപോലെ തന്നെ വഴിയോരത്ത് തന്നെ ഒരു 5 കുതിരകളുണ്ട് സവാരിക്കായി. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് നമ്മളൊരു വണ്ടി ഇടാൻ ഒരു ഗ്യാപ്പ് കിട്ടി. ശേഷം മോനും കുഞ്ഞിനും കുതിരയിലൊന്ന് കയറണമെന്നായി. 5 കുതിരയോളം ഇവിടെയുണ്ട് സവാരിക്കായി. അപ്പോൾ അവിടെ കിട്ടിയ ഗ്യാപ്പിൽ വണ്ടി ഒതുക്കി. ഏകദേശം മൊത്തം ബ്ലോക്കും വഴി ഭയങ്കര തിരക്കുമായിട്ടുണ്ട്. ഒരുപാട് സഞ്ചാരികളും ഒക്കെയായി ഫുൾ ടൈറ്റാണ് വഴി. കമ്പി പിടിക്കുന്നു കേട്ടോ. ഒരു കുതിര സവാരിക്ക് ഒരാൾക്ക് 100 രൂപയാണ്. 2 കുട്ടികൾക്ക് 100 രൂപ. അങ്ങനെയാണ്. ഇതാണ് മാട്ടുപ്പെട്ടിയിലെ എലഫന്റ് പാർക്ക്. 5 ആനകളാണ് ഇവിടെ ഉള്ളത്. ഈ എലഫന്റ് പാർക്കിൽ കഴിഞ്ഞ 1 മാസം മുന്നേ ഒരു പിടിയാന ഒരാളെ പാപ്പാനെ കൊന്നിരുന്നു. ഇവിടെ ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത് 700 രൂപയാണ്. നമ്മൾ പോയപ്പോൾ തന്നെ ഫുള്ളായിരുന്നു. 5 ആനകളാണുള്ളത് ഇവിടെ. യാത്രയ്ക്ക് ശേഷം പൈനാപ്പിളും കൊടുത്താണ് യാത്രക്കാർ പോകുന്നത്.
ചെറിയ ആനയാണ് അത് കണ്ടിട്ടോ ഫൈനാണ്. ശേഷം നമ്മൾ അവിടെ നിന്നും യാത്രയായി. മാട്ടുപ്പെട്ടി ഡാം എത്തും മുന്നേയുള്ള ബൊട്ടാനിക്കൽ ഗാർഡനാണ് എന്നത്. ഒരുപാട് ചെടികളും നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ആണ് കൂടുതലുമുള്ളത്. ഓറഞ്ച് മരം നിൽക്കുന്നതും ടിക്കറ്റ് കൗണ്ടർ ഓപ്പണിങ്ങിൽ തന്നെയുണ്ട്. പല ടൈപ്പ് ചെടികളും വൃക്ഷങ്ങളും ഒരുപാടുണ്ട്. ഒരുപാട് കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികളും പോകുന്ന വഴി തന്നെ എത്തുന്നുണ്ട്. ടിക്കറ്റ് ചാർജ് വലിയവർക്ക് 50, കുട്ടികൾക്ക് 25
അവിടെ നിന്നും യാത്രയായി നമ്മൾ പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് മാട്ടിപ്പട്ടി ഡാമിലാണ്. ഇതിൻ്റെ മാട്ടിപ്പട്ടി ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിലായി പെഡൽ ബോട്ടും കുട്ടവഞ്ചി സവാരിയുമുണ്ട്. യാത്രക്കാർ എല്ലാവരും തന്നെ കുട്ടവഞ്ചിയിലും പെഡൽ ബോട്ടിലും ഡാമിലൂടെ അല്പനേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് തിരക്കാണ്. ടിക്കറ്റ് ബുക്കിങ്ങിന് വരുന്ന ചാർജ് 2 സീറ്റിന് 400 രൂപയാണ്. ദൂരെ കാണുന്ന അവിടെയാണ് സ്പീഡ് ബോട്ടിങ്. അതായത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് അവിടെ സ്പീഡ് ബോട്ട് യാത്രയുള്ളത്. നമുക്ക് ആ ഭാഗത്തേക്ക് പതുക്കെ നീങ്ങാം. ഇതാണ് ബോട്ടിംഗ് സെൻറ്റർ. ഇവിടെ ഭയങ്കര തിരക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി കുത്താൻ സ്ഥലമില്ല ഈ ബോട്ടിങ്ങിൻ്റെ അവിടെ. അതുകൊണ്ട് നമ്മളവിടെ പതുക്കെ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഇവിടെ നമ്മുടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അവരുടെ വാഹനത്തിൽ നമ്മളെ മാനുകളെ കാണിക്കാനായി യാത്ര ചെയ്യാം. ഈ മൺപിടകളെയും കണ്ട് നല്ലൊരു സീനറിയൊക്കെയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. തുടർ യാത്രകളിലെ വീഡിയോകളുമായി ഇനി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.